D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് ബ്രീഡേഴ്സിൻ്റെ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സെയിൽ പോസ്റ്റ് പെറ്റ്സൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബ്രഹ്മയും അതേപോലെ നാടൻ കോഴിയും ക്രോസായിട്ടുള്ള ചിക്കുകളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നത്. ബ്രഹ്മയുടെയും നാടൻ കോഴിയും ക്രോസുകൾ പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം ബ്രഹ്മയുടെ ക്രോസ് ചിക്കുകൾ കൊടുക്കാനുണ്ട്. 150 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ലാബിൻ്റെ അഡൾട്ട് ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 4500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി. 2 വയസ്സ് പ്രായം. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് 5 സിറാസുകളാണ് വന്നിരിക്കുന്നത്. അതിലൊരു ബ്രീഡിംഗ് പെയർ, ഒരു ബ്രീഡിംഗ് ഫീമെയിൽ, ഒരു സെമി അഡൾട്ട് ചിക്ക്, ഒരു സീറോ കള്ളി ചിക്ക്, മൊത്തം 5 എണ്ണം കൂടി 1500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് സിറാസൊക്കെ വന്നിരിക്കുന്നത്. 5 എണ്ണം, ഒരു ബ്രീഡിംഗ് പെയർ, ഒരു ബ്രീഡിംഗ് ഫീമെയിൽ, സെമി അഡൾട്ട്, സീറോ കള്ളി ചിക്ക്, 5 എണ്ണം കൂടി 1500 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സീറോ കള്ളി ചിക്സാണ് വന്നിരിക്കുന്നത്. ചൈനീസ് ആവുള്ളൊരു സീറോ കള്ളി ചിക്കും അതേപോലെ തന്നെ ഒരു ഹോമറിൻ്റെ സീറോ കള്ളി ചിക്കും. ഈ 2 എണ്ണം കൂടി ചോദിക്കുന്ന റേറ്റ് 700 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ചൈനീസ് ആവുൾ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഹോമർ വന്നിരിക്കുന്നത് ബ്ലൂ ബാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ചിക്കുകൾ കൂടി 700 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല ഓഫറിലൊക്കെയാണ് നമുക്ക് മലപ്പുറം തിരൂരിൽ നിന്ന് പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ സാറ്റിൻ്റെ ഒരു 10 കല്ലിയായിട്ടുള്ള 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. മെയിലും ഫീമെയിലും കൺഫേം അല്ല. ഈ 2 എണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 10 കല്ലി ആയതാണ്. അപ്പോൾ നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് സാറ്റിൻ്റെ. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് 2500 രൂപ. അപ്പോൾ ഇതെല്ലാം ഈ ബേഡുകളല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 10000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ബ്രീഡാണ്. നമുക്ക് ജർമ്മൻ ഷെപ്പേർഡ് വാച്ചിങ്ങിനായാലും അതേപോലെ പെറ്റായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ നല്ല അടിപൊളി പപ്പീസിന് വേണ്ടവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 10000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പറവപ്രാവുകളാണ് വന്നിരിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 11 പറവപ്രാവുകളുണ്ട്. അഡൾട്ടുണ്ട്, ചിക്സ് ഉണ്ട് അതിൽ. അതേപോലെ തന്നെ 3 നാടൻ പ്രാവുകൾ. മൊത്തം 14 പ്രാവ് 3000 രൂപയാണ് ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ. ബൾക്ക് സെയിലുള്ളൂ, ബൾക്ക് സെയിൽ മാത്രം 3000 രൂപ. 11 നല്ല അടിപൊളി പ്രാവുകളുണ്ട്. പറവപ്രാവുകൾ മാത്രമായിട്ട് 11 എണ്ണം, 3 നാടൻ പ്രാവും. അപ്പോൾ നല്ല അടിപൊളി ഒരു ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. 3000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പറവപ്രാവുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. 11 പറവപ്രാവുകൾ. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
1500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് പറവപ്രാവുകൾ വന്നിരിക്കുന്നത്. 11 എണ്ണം 1500 രൂപ. ഇതും ബൾക്ക് സെയിലാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാലിക്കട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. പിറ്റ്ബുള്ളിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 55 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പി, സിംഗിൾ പപ്പി മാത്രം കൊടുക്കാനുള്ളൂ. പിറ്റ്ബുള്ളിൻ്റെ 5500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല റേറ്റ് കുറവിനാണ് പിറ്റ്ബുള്ളിൻ്റെ പപ്പി വന്നിരിക്കുന്നത്. പിറ്റ്ബുള്ള് ടെറിയർ 5500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI ഉള്ള ലാബിൻ്റെ പപ്പീസ്. തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂരാണ് പ്രോപ്പർ പ്ലേസ് വന്നിരിക്കുന്നത്. 4 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 9000 രൂപയും 9000. ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 8000 രൂപയാണ് ചോദിക്കുന്നത്. 8000 റുപ്പീസാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 6 പപ്പീസ് കൊടുക്കാനുണ്ട്. വിത്ത് KCI ആണ് ഉള്ളതാണ്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലാബിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിത്ത് KCI ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസും മെയിൽ പപ്പീസും. പഞ്ച് ഫേസിൻ്റെ നല്ല അടിപൊളി 2 കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഒരു മെയിൽ കിറ്റനും ഒരു ഫീമെയിൽ കിറ്റനും. 75 ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 7000 രൂപയാണ് ചോദിക്കുന്നത്. 7000 ആണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി പഞ്ച് ഫേസ്. ഒരെണ്ണം വന്നിരിക്കുന്നത് കാലിക്കോ കളറാണ് വന്നിരിക്കുന്നത്. അതേപോലെ മറ്റേത് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കിറ്റൻസ് വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് നമുക്ക് കിറ്റൻസ് വന്നിരിക്കുന്നത്. മെയിൽ കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 3000 രൂപയാണ് ചോദിക്കുന്നത്. ഹിമാലയൻ്റെ റേറ്റ് വരുന്നത് 5000 രൂപയും. അതേപോലെ വൈറ്റ് മെയിൽ കിറ്റൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ് ചോദിക്കുന്നത്. 3000 ആൻഡ് 5000 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് ഗപ്പികളാണ് വന്നിരിക്കുന്നത്. പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 60 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബ്രീഡിംഗ് സൈസാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കൊറിയർ സർവീസൊക്കെ അവൈലബിൾ ആണ്. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ ജെറ്റ് ബ്ലാക്ക് ബ്രീഡിംഗ് സൈസ് പെയറിന് 60 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഒരുപാട് കൊടുക്കാനുണ്ട്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി പൗട്ടിങ് ക്വാളിറ്റി ഉള്ള ഗാഡിറ്റാനോൻ്റെ പെയറാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം ടൈഗർ കളറും അതുപോലെ ഒരെണ്ണം ബ്ലൂ ബാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പൗട്ടിങ് ക്വാളിറ്റിക്കുള്ള ഗാഡിറ്റാനോനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പെയർ. 4000 രൂപ. പാലക്കാടാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് കുറച്ചധികം പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡയമണ്ട് ഡവ് 40 പീസ് കൊടുക്കാനുണ്ട്. അഡൽട്ടും അതേപോലെ തന്നെ ചിക്കുകളായിട്ട് 40 എണ്ണം. ബൾക്ക് സെയിൽ മാത്രമേ ഉള്ളൂ. പീസ് റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 40 എണ്ണം കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഡയമണ്ട് ഡവ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ്. ബൾക്ക് സെയിൽ 500 രൂപയ്ക്കാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത്. അതിൽ ബ്രീഡിംഗ് പെയറുകളുണ്ട്, ചിക്സുകളുണ്ട്, സെമി അഡൽട്ട് ഉണ്ട്, എല്ലാ തരത്തിലുള്ളതുണ്ട്. 40 എണ്ണം ടോട്ടൽ ഉണ്ട്. ബൾക്ക് സെയിൽ ഓൺലി. അതേപോലെ തന്നെ അവിടുന്ന് വന്നിരിക്കുന്ന ഒരു മുഗിയുടെ ഒരു നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. മുഗിയുടെ നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ഈ മുഗിയുടെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി ഒരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. മെയിൽ
അടുത്തായിട്ട് സാറ്റിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സാറ്റിൻ്റെ ഒരു 4 ബ്രീഡിംഗ് പെയറും അതേപോലെ തന്നെ ചിക്സ് 4 പീസ് ചിക്കും കൊടുക്കാനുണ്ട്. പെയർ റേറ്റ് 1500 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരാണ്. ഈ നല്ല അടിപൊളി പ്രാവുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അത് നല്ല റേറ്റ് കുറവിന്. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡറിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല ഓഫറിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് പെറ്റ്സിൻ്റെ വീഡിയോസ് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അതുപോലെ റേറ്റ്, പ്ലേസ്, പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അയച്ചു തരാൻ മറക്കരുത്. സാറ്റി ഏതെടുത്താലും ബ്രീഡിംഗ് പെയറുകൾ ഏതെടുത്താലും പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ്. സാറ്റിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. 4 പെയർ ബ്രീഡിംഗ് പെയറുണ്ട്. അതേപോലെ 4 പീസ് ചിക്കുണ്ട് സാറ്റിൻ്റെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസ് ഉണ്ട്. ലാബിൻ്റെ ഒരു മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ലാബിൻ്റെ പപ്പിക്ക് ചോദിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടെറിയറിൻ്റെ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട്. 8 മാസം പ്രായമായിട്ടുള്ള ടെറിയറിൻ്റെ ഫീമെയിലിന് ചോദിക്കുന്നത് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ അവിടുന്ന് നമുക്ക് 5 ഡാഷ് കണ്ടിൻ്റെ പപ്പീസും അതേപോലെ തന്നെ ഒരു മദർ ഡോഗും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. സെയിലല്ല, ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അത് 6 ആളുകൾക്കായിട്ടാണ് തരുന്നത്. 5 പപ്പീസും ഒരു മദർ ഡോഗ്, മൊത്തം 6 ഡാഷ് കണ്ടുകൾ ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവിനും ഫ്രീ ആയിട്ട് ഓപ്ഷനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ഒരാൾക്ക് തന്നെ കൊടുക്കില്ല, 6 എണ്ണം 6 ആളുകൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എടുക്കാൻ ഫ്രീ ആയിട്ട് ഓപ്ഷന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. പെരിന്തൽമണ്ണയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷനൊന്നുമില്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. 5 പപ്പീസ് ഉണ്ട് ഡാഷ് കണ്ടിൻ്റെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫ്രീ ആയിട്ട് ഓപ്ഷൻസോ അല്ലെങ്കിൽ പപ്പി കണ്ടീഷനിൽ ഡോഗുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി ഫ്രീ ആയിട്ട് ഓപ്ഷനും അതേപോലെ പപ്പി കണ്ടീഷനൊക്കെ നല്ല റേറ്റ് കുറവിന് പെറ്റ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്തിരി സൗണ്ട് കുറവായിരിക്കും. നിങ്ങൾ എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പെറ്റ്സുകൾ വന്നിരിക്കുന്നത് എടപ്പാളിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡോൾ ഫേസിൻ്റെ കിറ്റൻസാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമാവാറായിട്ടുള്ള ഡോൾ ഫേസിൻ്റെ 4 കിറ്റൻസ് ഉണ്ട്. 2 മെയിലും 2 ഫീമെയിലും. പീസ് റേറ്റ് ചോദിക്കുന്നത് 3000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 4 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പീസ് റേറ്റ് 3000 രൂപയാണ് സിംഗിൾ പീസായിട്ട് എടുക്കുമ്പോൾ. 2 മെയിലുണ്ട് 2 ഫീമെയിലുണ്ട്. എടപ്പാളാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി കിറ്റൻസാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ് വന്നിട്ടുണ്ട്. അതേപോലെ നോർമൽ ലവ് ബേർഡ്സും വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ് വന്നിരിക്കുന്നത് 3 എണ്ണം കൂടി 1900 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ബ്രീഡിംഗ് പെയറും അതേപോലെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 3 എണ്ണം കൂടി 1900 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ഇന്ന് ഒരുപാട് പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഓപ്ഷനിൽ നല്ല അടിപൊളി പപ്പീസുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ടെന്ന് ഫ്രീ ആയിട്ട് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേർഡുകളാണ് വന്നിരിക്കുന്നത്. 19 ലവ് ബേർഡ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 90 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ബൾക്ക് സെയിലാണ് 90 രൂപ വരുന്നത്. നല്ല അടിപൊളി ലവ് ബേർഡുകളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു 11 മാസമായിട്ടുള്ള ഒരു പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. വയനാടാണ് ലൊക്കേഷൻ. ഡയറക്റ്റ് നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പെയറിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അർജൻറ്റ് സെയിലാണ്. 2000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നവർ. അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അർജൻറ്റ് സെയിലാണ്. അമേരിക്കൻ ഫാൻറ്റയിലെ ചിക്കുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
നല്ല അടിപൊളി ക്വാളിറ്റി ടൈൽ ക്വാളിറ്റി ഒക്കെ ഉള്ള അമേരിക്കൻ ഫാൻറ്റൈലിലെ ചിക്സ്. ഇത് വന്നിരിക്കുന്നത് ഈ ചിക്കന് ചോദിക്കുന്ന റേറ്റ് 400 രൂപയാണ്. ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ചിക്കൻ്റെ റേറ്റ്. നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റിയും ബൂട്ട് ക്വാളിറ്റിയും ഉള്ള അമേരിക്കൻ ഫാൻറ്റൈലിലെ ചിക്സ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതുകൊണ്ട് അടുത്തൊരു അമേരിക്കൻ ഫാൻറ്റൈലിലെ ചിക്കൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 900 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് അമേരിക്കൻ ഫാൻറ്റൈലിലെ ചിക്കൻ നല്ല ടൈൽ ക്വാളിറ്റി ഉണ്ട്, അതേപോലെ നല്ല കളർ കോമ്പിനേഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. 900 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ഫാൻറ്റൈലിലെ നല്ല അടിപൊളി ചിക്സിനൊക്കെ അന്വേഷിച്ച് കൊടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. പീസ് റേറ്റ് 4000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളി പോമറേനിയൻ മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. 4 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. 4 പെടക്കോഴിയും അതേപോലെ ഒരു പൂവൻകോഴിയും. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവല്ലയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 600 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഒരെണ്ണം വന്നിരിക്കുന്നത് പുള്ളിക്കോഴിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാതും മുട്ടയിട്ട് അടയിരിക്കുന്ന തനി നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് കഴിഞ്ഞത്. 600 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അതിൽ 2 എണ്ണം പുള്ളിക്കോഴികളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ശൂരനാട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ടർക്കി കോഴിയുടെ ഫീമെയിലാണ്. 1 വയസ്സ് പ്രായം കഴിഞ്ഞത്. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ആ താറാവും 2 എണ്ണം കൂടി 1250 രൂപയാണ് ചോദിക്കുന്നത്. 2 എണ്ണത്തിനും കൂടി. ടർക്കി കോഴി 1 വയസ്സ് കഴിഞ്ഞാണ്. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 1250 രൂപ. ടർക്കി കോഴിനെ എടുക്കുന്നവർക്ക് താറാവിന് ഫ്രീ ആണ്. 2 കൂടി 1250. അടുത്തായിട്ട് നമുക്ക് ഫിഞ്ചസ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പറവൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ക്രസ്റ്റഡ് ഫിഞ്ചിന് വന്നിരിക്കുന്നത് 250 രൂപ. നോർമൽ ബ്ലാക്കിന് വന്നിരിക്കുന്നത് 190 രൂപ. വൈറ്റിന് വന്നിരിക്കുന്നത് 450 രൂപയാണ് റേറ്റ് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഫിഞ്ചസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫിഞ്ചുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലാക്ക് ക്രസ്റ്റഡ് 250 രൂപ വരുന്നുള്ളൂ. നോർമൽ ബ്ലാക്ക് 190 രൂപ. വൈറ്റ് 450 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ബ്രഹ്മയുടെ അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 2 ഫീമെയിലും അതേപോലെ തന്നെ ഒരു മെയിലും. അതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 3500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ഫിക്സഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3 ബ്രഹ്മകൾ 3500 രൂപ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എഗ്ഗിങ് 2 ഫീമെയിലും എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഫയോമിയുടെ ചിക്കുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമുണ്ട് ഫയോമികൾ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു ചിക്കൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 200 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പീസ് റേറ്റ് 200 രൂപയാണ് വന്നിരിക്കുന്നത്. ഫയോമിയുടെ ചിക്സിനൊക്കെ നല്ല 2 മാസം പ്രായം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നല്ല അത്യാവശ്യം റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫയോമിയുടെ ചിക്സൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. 2 മാസം പ്രായമായത്.
അടുത്തായിട്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. നാടൻ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങൾ 85 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ല അടിപൊളി ഓഫറിലാണ് പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെ ഇനിയും നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെറ്റ്സിൻ്റെ മേഖലയിൽ നിങ്ങളുടെ ബ്രീഡേഴ്സ് ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നല്ല കമൻറ്റുകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും മാക്സിമം നമ്മൾ ഫ്രീ ആയിട്ട് ഓപ്ഷൻസ്, പപ്പി കണ്ടീഷൻസ്, അതേപോലെ നല്ല ഓഫറിലുള്ള പെറ്റ്സിൻ്റെ ഒക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും, നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.